ഹായ്, ഇന്നത്തെ ഈവനിങ് മിനി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈവനിങ്ങിനാണ് ഞാൻ ചെടി നനയ്ക്കാൻ ഇറങ്ങുന്നത്. ഒരു ചെറിയ ഗാർഡൻ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്കും കൂടി അത് കാണിച്ചു തരാമെന്ന് കരുതി. വാ കാണാം. ഇതാ ഈ ചെടി ഉണ്ടല്ലോ, ഒരു ചെറിയൊരു തൈ കൊണ്ടുവച്ചാൽ മതി. നന്നായി പിടിച്ചു കഴിഞ്ഞാൽ കാട് പോലെ പൂക്കൾ ഉണ്ടാവും കേട്ടോ. അതായത് ശിവന്നാരി എന്നല്ലേ പറയാ. ഇതിനെ പേര്, ഇത് പൂവിൻ്റെ പേര് ശരിക്കും അറിയുന്നില്ല, അതിന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അത് ഒടിച്ചു കുത്തണ നമ്മളെ എന്താ പറയുക, 4 മണിപ്പൂക്കളൊക്കെ ഉണ്ടല്ലോ, അതുണ്ട്. പിന്നെ ഇലച്ചെടികൾ, പലതരമുള്ള ഇലച്ചെടികളുണ്ട്. മുക്കുറ്റി ഉണ്ട്. പിന്നെ ഇതാ ഈ ശിവന്നാരി പൂവിൻ്റെ തന്നെ വയലറ്റ് ഉണ്ട്, റോസ് ഉണ്ട്, പിന്നെ പിങ്ക് ഉണ്ട് കേട്ടോ. അറ്റത്ത് പിങ്ക്. പിന്നെ ഇവിടെ തന്നെ ഇതേ വിത്ത് വീണിട്ട് ആകാശം വല്ലി തൈ മുളച്ചുണ്ടായതാണ് കേട്ടോ. ഇത് വളരെ ഉയരത്തിൽ ഉണ്ടായി കഴിഞ്ഞിട്ടാണ് ഉണ്ടായി കഴിഞ്ഞിട്ട് പൂവുണ്ടാവുന്നത്. പിന്നെ മുട്ടിട്ട് പൂവുണ്ടാവുന്നതേ. അപ്പോൾ ഇത് വളരെ ഭയങ്കര വലുതായിട്ട് ഭാരം കൂടിയിട്ട് കാറ്റ് വീശിയപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇതിൽ നിന്ന് 2 കട ഈ ആകാശവല്ലിയുടെ ഒടിഞ്ഞ് വീണു. അതാണ് അവിടെ ഗ്യാപ്പ്. അപ്പോൾ അത് ഞാനത് അങ്ങനെ തന്നെ പറിച്ച് കളഞ്ഞു. ഭയങ്കര ഉയരത്തിലായിരുന്നേ. അത് കണ്ടമാനം ഉയരം വന്നതിന് ശേഷമാണ് അത് പൂവിടുന്നത് തന്നെ. അപ്പം ഞാൻ പിന്നെ അത് പറിച്ച് കളഞ്ഞില്ല, അത് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി, പൂവുണ്ടാവണ വരെ നിന്നോട്ടെ എന്ന് കരുതി. പക്ഷെ അത് ഒടിഞ്ഞ് വീണപ്പോൾ പിന്നെ നമുക്കത് മുറ്റത്ത് കെട്ടി വയ്ക്കാനും സൗകര്യമില്ലാത്ത കാരണം അത് അങ്ങനെ തന്നെ പറിച്ച് കളയുണ്ടായിട്ടാണ്. അപ്പം ഇങ്ങനെയാണിത് കുഞ്ഞ് ചെറിയ ഒരു ചെടിത്തോട്ടം. ഞാൻ അടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതാ കണ്ട, നിറയെ പൂക്കളുണ്ട്. അപ്പം ഇങ്ങനെ പൂക്കൾ കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ചെടികൾ വയ്ക്കാനുള്ള ടെൻഡൻസി തോന്നിക്കുക കേട്ടാ. ഇതാ പൂവ് നിറയായിട്ടേ ചെടിക്ക് ഭാരം കൂടിയിട്ട് താഴെ വീണ് കിടക്കുക. ഞാൻ കെട്ടി വെച്ചതായിരുന്നു, പക്ഷെ അത് വീണ്ടും വീണ് പോയി, താഴെ വീണ് പോയി. പിന്നെ ചേട്ടനുള്ളപ്പോൾ വെച്ചതാണ് കേട്ടോ. ഈ മുളക് തൈ നോക്കിയേ, മുളക് ചുമന്ന് നിൽക്കുന്നുണ്ട്. ചേട്ടനുള്ളപ്പോൾ തൈ വെച്ചത് ഉണ്ടായതാണ് കേട്ടോ. ഞങ്ങൾ പൊട്ടിക്കാറൊന്നുമില്ല. ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ മുളകാണ് ഉപയോഗിക്കാറ്. ഇപ്പോൾ ചേട്ടനില്ലാത്ത കാരണം പൊട്ടിക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ നിൽക്കുകയാണ്. ആളുടെ കൃഷിയാണ് കേട്ടോ, ചെറിയൊരു കൃഷിയാണത്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ചെടികൾ ഇങ്ങനെ കാണുമ്പോൾ, പൂക്കളൊക്കെ ഇട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷം. അപ്പോൾ ചെടികൾ ഇനിയും വെക്കാനായിട്ട് തോന്നിക്കുക. അതിന് മുറ്റം സെറ്റാക്കാത്ത കാരണം ഇങ്ങനെ ഇട്ടിരുന്നതാണ്. ഇപ്പം ഈ ചെടികൾ ഇനി കിട്ടുമ്പോൾ ഇനിയും വെക്കണം, ഒന്ന് സെറ്റാക്കി എടുക്കണം എന്നൊക്കെ ഉണ്ട്. ഇതേ റോസ് തൈ കണ്ട, ഇപ്പോൾ പുതിയ ചട്ടി അടക്കം വാങ്ങി വെച്ചതാണ്. 2 പൂവുണ്ടായി ഇതിൽ. ഇനി 2-3 മുട്ടും കൂടിയും ബിരിയാണി ഇങ്ങനെ നിൽക്കണുണ്ട് കേട്ടോ, ഉണ്ടായി നിൽക്കണുണ്ട്. അപ്പോൾ റോസ് ചെടി ഇല്ലാത്ത കാരണം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ അത് മേടിച്ചു. ഇത് പറഞ്ഞ പോലെ കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതാ, ചട്ടി അടക്കം വാങ്ങിക്കൊണ്ട് വന്നതാ. അപ്പം ഇങ്ങനെ ഓരോ ചെടികൾ ഇങ്ങനെ വെച്ച് ഇങ്ങനെ പിടിപ്പിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ചെടികളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതേ കുറച്ച് നാളായിട്ടുള്ള ചെടികൾ വെച്ച് ഇങ്ങനെ തുടങ്ങിയിട്ടാ. പിന്നെ നമ്മുടെ ഇവിടെ മതിലൊന്നും കെട്ടാത്ത കാരണം, സെറ്റാക്കാത്ത കാരണം മുറ്റൊന്നും സെറ്റാക്കിയിട്ടില്ല. അപ്പോൾ അത് കാരണം ചെടി വയ്ക്കാണ്ട് നിൽക്കായിരുന്നു. അപ്പോൾ പിന്നെ ചേട്ടനുണ്ടായിരുന്നപ്പോൾ ചേട്ടൻ വെച്ച് തുടങ്ങിയതാണ്. തുടക്കം അങ്ങേരാണ് വെച്ച് തുടങ്ങിയത് ചെടികളെ. അപ്പോൾ പിന്നെ ഞാനും അതിൻ്റെ കൂടെ തന്നെ കൂടി. ഒരു തണ്ടിയിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായതാണ് കേട്ടോ. ഇത്രയും വലുതാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കണ്ടോ, നല്ല ചെടിയായിട്ട് വളർന്നു. പിന്നെ ഈ ശിവന്നാരി എന്ന് പറഞ്ഞ ചെടിയിൽ തന്നെ തൈകൾ കൊണ്ട് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതും ഇത് നല്ലോണം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇലച്ചെടികൾ, പിന്നെ നമ്മൾ ചെറിയൊരു പന പോലത്തെ ചെടിയുണ്ട് കേട്ടോ. ഈ ഇലച്ചെടി ഇതൊക്കെ ഞാനിപ്പോൾ അടുത്ത് ചട്ടി മാറ്റിയൊക്കെ വെച്ചതാണ് കേട്ടോ. ഇതാ ഇവിടെയൊക്കെ നിൽക്കേണ്ട ഇലച്ചെടി. ഇനി ഇങ്ങനെ ചെടികൾ കുറേ വെക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരേ സമയത്ത് ഇങ്ങനെ നമ്മൾ കടയിൽ പോയിട്ട് കാണുമ്പോൾ അങ്ങനെ വാങ്ങി കൊണ്ട് വയ്ക്കുന്നതാണ് കേട്ടോ അതൊക്കെ. പിന്നെ നമുക്ക് അടുത്ത വീട്ടിലെ ചേച്ചിമാർ തന്നിട്ടുണ്ടായിരുന്നു ചെടി തൈകളൊക്കെ, അങ്ങനെയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചെടീൻ്റെ പേരെന്താണെന്ന് പറയാൻ പറ്റുമോ? സ്നേക്ക് പ്ലാന്റ് എന്നല്ലേ പറയാ. ഈ ചെടി നല്ലവണ്ണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ വളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 ആഴ്ച കൂടുമ്പോഴൊക്കെ വളമൊക്കെ കലക്കി ഒഴിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ.
അങ്ങനെയൊക്കെ നോക്കി ചെറിയൊരു രീതിയിൽ കൊണ്ടുപോകണത് സെറ്റ് ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ ഈ ഗാർഡൻ. ചെറിയൊരു ഗാർഡൻ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഇതിൽ ചെറിയൊരു ഗാർഡൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.